അംഗം നന്നായി ലസിക്കും സിതകനകമണീഭൂഷണങ്ങൾ ധരിച്ചും തുംഗശ്രീയാൽ തിളങ്ങി ത്രിഭുവനമഖിലം കാത്തിടും ലോകവന്ദ്യേ. ഭംഗം കൂടാതെ നിത്യം തവ ചരണയുഗം കണ്ടു കൈ കൂപ്പിടുവാൻ ഭംഗ്യാവന്നെന്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 38-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. ധർമ്മരാജനും സാവിത്രിയും, സത്യവാന്റെ പത്നിയായ സാവിത്രിയും തമ്മിലുള്ള സംവാദമാണ് പറഞ്ഞു വരുന്നത്. വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് പോകാനൊരുങ്ങിയ ധർമ്മരാജന്റെ കാലുകളെ പിടിച്ച് കരയുന്നതായിട്ടുള്ള സാവിത്രി ദേവിയോട് ധർമ്മരാജൻ പറയുന്ന ഭാഗങ്ങൾ ഈ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളാണ്. നമുക്ക് ഇനി ഇതാ അവലോകനം ചെയ്യാനുള്ളത്. ഇന്ന് ലക്ഷവർഷം സുഖം ഭുക്ത്വാ പുണ്യക്ഷേത്രേ ച ഭാരതേ അന്ധേ യാസ്യസി തല്ലോകം യത്ര ദേവി വിരാജതേ. പുണ്യക്ഷേത്രമായിട്ടുള്ള ഈ ഭാരതത്തിലെ ലക്ഷവർഷങ്ങൾ നീ സുഖങ്ങളൊക്കെ അനുഭവിച്ച് അവസാനം ദേവി വിരാജിക്കുന്ന ലോകത്ത് മണിദ്വീപത്തിൽ നിനക്ക് ചെന്നെത്താൻ കഴിയും. നീ ഗൃഹത്തിൽ ചെന്ന് സാവിത്രി വ്രതം അനുഷ്ഠിക്കൂ. 14 വർഷത്തേക്ക് അനുഷ്ഠിക്കേണ്ട ആ വ്രതം നാരിമാർക്ക്, സ്ത്രീജനങ്ങൾക്ക് മോക്ഷത്തിന് കാരണമായിത്തീരും. ജ്യേഷ്ഠമാസത്തിലെ ശുക്ല ചതുർദശിയിൽ സാവിത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ശുഭപ്രദമാണ്. ഭാദ്രപദ മാസത്തിൽ ശുക്ലാഷ്ടമിയിലും 16 വർഷം മഹാലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുന്നത് ശുഭമാണ്. ഭക്തിപൂർവം ഈ വ്രതം അനുഷ്ഠിക്കുന്ന സ്ത്രീകൾ ദേവിയുടെ പദം പ്രാപിക്കും. മംഗളവാരം തോറും മംഗളദായിനിയായ മംഗളാദേവിയെയും മാസം തോറും ശുക്ല ഷഷ്ടിയിൽ മംഗളദായിനിയായിട്ടുള്ള ഷഷ്ടിദേവിയെയും അതുപോലെ ആഷാഢ സംക്രാന്തിയിൽ സർവസിദ്ധിപ്രദായിയായ മനസാദേവിയെയും കാർത്തിക മാസ പൗർണമിയിൽ രാസാവസരത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ പ്രാണാധിക പ്രിയയായിട്ടുള്ള രാധയെയും ഉപാസിക്കണം. അതുപോലെ ശുക്ലാഷ്ടമിയിലെ മാസം തോറും ഉപവസിച്ചുകൊണ്ട് വരപ്രദയും വിഷ്ണുമായയും ആയിട്ടുള്ള ദുർഗയെയും മാസം തോറും വരപ്രദയും ജഗദീശ്വരിയും മൂലപ്രകൃതിയുമായ ജഗദംബയെയും ശുദ്ധരായ പതിവ്രതകളിലോ യന്ത്രബിംബാദികളിലോ സങ്കൽപ്പിച്ച് ധനസന്താനാദികൾക്കു വേണ്ടി ഭക്തിപൂർവം പൂജിക്കുന്നതായിട്ടുള്ള സ്ത്രീകൾക്ക് ഇഹലോക സുഖങ്ങൾ അനുഭവിച്ച് ഒടുക്കം ശ്രീദേവിയുടെ പദം പ്രാപിക്കും. ദേവി വിഭൂതികളെ സാധകൻ ഇങ്ങനെ മുടങ്ങാതെ പൂജിക്കണം. എക്കാലത്തും സേവിക്കപ്പെടുന്നവളാണ് സർവസ്വരൂപിയായിട്ടുള്ള പരമേശ്വരി. ഈ പരമേശ്വരിയെ ആരാധിക്കുന്നതിലുപരി കൃതകൃത്യത നൽകുന്നതായിട്ടുള്ള മറ്റൊന്നും തന്നെ ലോകത്തിലില്ല. ഇപ്രകാരം സാവിത്രിയെ ഉപദേശിച്ചിട്ട് യമരാജാവ് സ്വഭവനത്തിലേക്ക്, സംയമനി എന്ന് പറഞ്ഞ സ്വന്തം പുരിയിലേക്ക് പോയി. സാവിത്രി സ്വഭർത്താവിനെയും, അതായത് സത്യവാനെയും കൂട്ടി തൻ്റെ ഗൃഹത്തിലേക്കും പോയി. ഹേ നാരദരെ, സാവിത്രി സത്യവാൻമാർ വന്നതുപോലെ തന്നെ മടങ്ങിച്ചെന്ന മറ്റുള്ളവരോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. സാവിത്രിയുടെ പിതാവിന് കാലക്രമത്തിൽ പുത്രന്മാരുണ്ടായി. കാഴ്ച വീണ്ടുകിട്ടി, രാജ്യവും ലഭിച്ചു. വരലാഭത്താൽ അവൾക്കും പുത്രന്മാരുണ്ടായി. പുണ്യക്ഷേത്രമായിട്ടുള്ള ഭാരതത്തിൽ 1,00,000 വർഷം സുഖങ്ങൾ അനുഭവിച്ചിട്ട് സ്വന്തം ഭർത്താവുമോടൊത്ത് ആ പതിവ്രത ദേവലോകം പ്രാപിച്ചു, ദേവീലോകം പ്രാപിച്ചു. സവിതാവിന് അധിഷ്ഠാന ദേവതയും ഗായത്രി മന്ത്രത്തിന് അധിഷ്ഠാന ദേവതയും സകല വേദങ്ങളുടെയും ജനനിയും ആയതുകൊണ്ട്
ഇവൾ സാവിത്രി എന്ന ലോകപ്രസിദ്ധയായി. ഹേ നാരദ, ഇപ്രകാരം സാവിത്രിയുടെ ശ്രേഷ്ഠമായ കഥയും അതുപോലെ തന്നെ പ്രാണികളുടെ കർമ്മവിഭാഗവും പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് അങ്ങക്ക് കേൾക്കാൻ ആഗ്രഹം എന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ ഈ 38-ാമത്തെ അധ്യായം ശ്രീ നാരായണ ഋഷി അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് നാരദന്റെ ചോദ്യങ്ങളെ കൊണ്ടാണ് അടുത്ത 39-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. മഹാലക്ഷ്മി ഉപാഖ്യാനം. ഇത്ര ദിവസവും നമ്മൾ കേട്ടത് സാവിത്രി ഉപാഖ്യാനമാണ്. അതിനുശേഷം ഇനി മഹാലക്ഷ്മി ഉപാഖ്യാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഭാഗങ്ങളെ നമുക്ക് നാളെ തുടരാം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഹരയേ നമഃ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ.